ആ കല്യാണം കൊണ്ട് തന്നെ ഒരു വ്യക്തി നശിക്കാം, ഒരു വ്യക്തി നന്നാവാം. അപ്പം അത്രയും വലിയൊരു തീരുമാനം എടുക്കുന്ന സമയത്ത് ഒരുമിച്ച് ജീവിച്ച് ഒരുമിച്ച് പ്രശ്നങ്ങൾ പങ്കുവെച്ച് ചിലപ്പോൾ എന്താ വെച്ചാൽ നോൺ വെജ് കഴിക്കുന്ന ഒരാളുടെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ലായിരിക്കുന്നേ. എനിക്കറിയാം പോർക്ക് കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ കുടുംബ പ്രശ്നം ഉണ്ടായ ആൾക്കാരുണ്ട്. എനിക്ക് പന്നി ഇഷ്ടമല്ല. ആ വ്യക്തി അതാണ്, പോർക്ക് കഴിച്ച വീട്ടിൽ വന്ന് കയറിയേക്കരുത്. അപ്പം ഇതൊന്നും അല്ലാതെ അറിയാതെയാണോ കല്യാണം കഴിച്ചേക്കുന്നത്? ഒരു വ്യക്തി ബെഡ്ഷീറ്റ് മടക്കി വെക്കുന്നില്ല, അത്രേ ഉള്ളൂ കാര്യം. ഇവിടെ ഒരു ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റത്തില്ല. ഇവർ ഒരുമിച്ച് ജീവിച്ചിട്ടേ ഇല്ല. ജീവിക്കാതെ എങ്ങനെയത് മനസ്സിലാവുന്നത്? എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഒരുമിച്ച് ജീവിക്കുന്നത്? കല്യാണം കഴിഞ്ഞതിന് ശേഷം കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. നമുക്ക് വേണ്ടുന്ന ഡ്രസ്സ് ഇടാൻ പറ്റത്തില്ല, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റത്തില്ല, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഉറങ്ങാനും എഴുന്നേക്കാനും പറ്റത്തില്ല. എല്ലാവരുടെയും വകുപ്പ് നോക്കിയിട്ട് ജീവിക്കേണ്ട ഒരു ഗതികേട് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ എന്താ ഈ കല്യാണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മുന്നോട്ടുള്ളൊരു പാർട്ട്ണറാണ്. അവിടെ കല്യാണം തന്നെ വേണമെന്നില്ല. അവിടെ വേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് പോകാനുള്ള കാര്യങ്ങളാണ്. സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നിർത്തണം, അത്രേ ഉള്ളൂ.